students. The BA Politics Introduction to Indian Economics. First chapter ആണ് നമ്മൾ നോക്കുന്നത് Features of Developing Economy. Introduction പറയുന്നത് This lesson deals with features of developing economy and it makes a special note on Indian economy. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്, അതേപോലെ ഇന്ത്യൻ എക്കണോമിയുടെ ഒരു സ്പെഷ്യൽ നോട്ടുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്യുന്നത്. ഇറ്റ് ഔട്ട്ലൈൻസ് ദ വേരിയസ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെവലപ്പിംഗ് എക്കണോമി. ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്ന അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന എക്കണോമിയിൽ എന്തൊക്കെ ബേസിക് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ആ ഡെവലപ്പിംഗ് ആണെന്ന് തോന്നിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്. ദിസ് ലെസൺ എക്സാമിൻസ് ദ സ്കോപ്പ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ എക്കണോമി ഡെവലപ്പിംഗ് ആകുന്നതിൻ്റെ സ്കോപ്പ് എത്ര വരെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് സ്റ്റേജ് എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്യുന്നത്. അപ്പം ഡെവലപ്പിംഗ് കൺട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? എ കൺട്രി വേർ ദ ആവറേജ് ഇൻകം ഓഫ് പീപ്പിൾ ഈസ് മച്ച് ലോവർ ദാൻ ദാറ്റ് ഓഫ് ഡെവലപ്ഡ് കൺട്രീസ്. ഡെവലപ്ഡ് കൺട്രീസിലുള്ള ജനങ്ങളുടെ ശരാശരി വരുമാനം എന്ന് പറയുന്നതിനേക്കാൾ കുറവാണ് ഓരോ രാജ്യത്തിനും ലഭിക്കുന്നതെങ്കിൽ ആ എക്കണോമി ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറച്ച് ഫാമിംഗ് ക്രോപ്സിലും അതേപോലെ പ്രൈമറി മെത്തേഡ്സ് ഓഫ് ടെക്നിക്കുമാണ് അവർ യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള രാജ്യത്തിനെയാണ് നമ്മൾ ഡെവലപ്പിംഗ് കൺട്രി എന്ന് പറയുന്നത്. ഇനി ഈ ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിൻ്റെ പൊതുവേ ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകൾ: export of primary goods, capital deficiency, over dependence on agriculture, natural resources, outflow of best brain, market imperfections, inflation, control of government, capital formation, high degree of illiteracy, agricultural industrial backwardness, rapid population growth, consumption pattern, technical backwardness, external resources dependence, inadequate infrastructure, social aspects, trade deficit. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് വരുന്നത്. ഇതിലെ ഫസ്റ്റ് ടോപ്പിക് എക്സ്പോർട്ട് ഓഫ് പ്രൈമറി ഗുഡ്സ്. ദ പ്രൈമറി ആൻഡ് അഗ്രികൾച്ചറൽ ഗുഡ്സ് ഓർ പ്രൊഡക്ട്സ് ആർ ദ മെയിൻ എക്സ്പോർട്ട് ഓഫ് ദീസ് കൺട്രീസ്. അപ്പോൾ ഡെവലപ്പിംഗ് രാജ്യങ്ങൾ പൊതുവെ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന വസ്തുക്കൾ പ്രൈമറി പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ പ്രൈമറി എന്ന് പറയുമ്പോൾ നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ആണ് നമ്മളെ പോലുള്ള ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് രാജ്യങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. ഇന്റർനാഷണൽ ട്രേഡ്, ഫോർ എക്സാമ്പിൾ ദ മെയിൻ എക്സ്പോർട്ട് പ്രൊഡക്റ്റ് ഓഫ് പാകിസ്ഥാൻ ആർ റൈസ്, കോട്ടൺ, യാൺ, ഫിഷ് ആൻഡ് ഗാർമെന്റ്. അപ്പോൾ പാകിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ അരി, നമ്മുടെ കോട്ടൺ ഉൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ കോട്ടൺ പരുത്തി എന്ന് പറയും അതിൻ്റെ മലയാളം, പിന്നെ ഫിഷ്, മീൻ, പിന്നെ ഗാർമെന്റ്സ്. ഇതൊക്കെയാണ് അവിടെ നിന്നും എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രൈമറി പ്രൊഡക്റ്റുകൾ. അടുത്ത ടോപ്പിക്കാണ് ക്യാപിറ്റൽ ഡെഫിഷ്യൻസി. ഇതൊരു ക്യാരക്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഡെഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പോൾ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണെങ്കിൽ അതിൽ കാണപ്പെടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ക്യാപിറ്റലിൽ ഡെഫിഷ്യൻസി വരിക, അതായത് കുറവ് സംഭവിക്കുക. Therefore, they are often called capital poor economies. അതുകൊണ്ട് ഡെവലപ്പിംഗ് കൺട്രീസിനെ വേറെ രീതിയിലും നമ്മൾ നെയിമിങ് ചെയ്യുന്നുണ്ട്. അതാണ് ക്യാപിറ്റൽ പുവർ എക്കണോമി, അതായത് ദാരിദ്ര്യം, ക്യാപിറ്റലിൽ കുറവ് ഉള്ള എക്കണോമികൾ. Shortage of capital is reflected in the very low capital labor ratio in the countries. നമുക്ക് ക്യാപിറ്റൽ കുറവായതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ കുറവായിരിക്കും. അതേപോലെ അടുത്ത ക്യാരക്ടറാണ് ഓവർ ഡിപ്പെൻഡൻസ് ഓൺ അഗ്രികൾച്ചർ. 60% ജനസംഖ്യ നമ്മുടെ ഗ്രാമങ്ങളിൽ അധികവും ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് കൃഷി തന്നെയാണ്. അപ്പൊ കൃഷി എന്ന് പറയുന്നത് പണ്ടും നമുക്ക് ഇപ്പോഴും ട്രഡീഷണൽ ആയി കാണപ്പെടുന്ന രീതിയിലാണ് നമ്മൾ കൾട്ടിവേഷൻ നടത്തുന്നത്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫാമേഴ്സും അതേപോലെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കുറവ്, അതേപോലെ അൺഓർഗനൈസ്ഡ് അഗ്രികൾച്ചർ മാർക്കറ്റ്, ഇതെല്ലാം നമ്മുടെ കൃഷിയെ പിന്നെയും പിന്നോക്കം വലിച്ചുകൊണ്ടിരിക്കുകയാണ്.
Nearly 70% of the population is directly or indirectly depending on agriculture sector in developing countries. അപ്പോൾ ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ ഏകദേശം 70% ജനസംഖ്യ നേരിട്ടോ അല്ലാതെയോ കൃഷി മേഖലയെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഇതും ഒരു ഡെവലപ്പിംഗ് കൺട്രിയുടെ ക്യാരക്ടറാണ്. നാലാമത്തേത് നാച്ചുറൽ റിസോഴ്സസ്. Mostly there is shortage of natural resources in developing nations and this is also a cause of their economic backwardness. സാമ്പത്തികപരമായിട്ട് ഡെവലപ്പിംഗ് രാജ്യങ്ങൾ ഇപ്പോഴും ഡെവലപ്പിംഗ് ആയി നിൽക്കുന്നതിന്റെ മെയിൻ റീസൺ അവരുടെ രാജ്യത്തുള്ള നാച്ചുറൽ റിസോഴ്സസിൽ ഷോർട്ടേജ് വളരെ കാണപ്പെടും. ഈ ഷോർട്ടേജിന്റെ കാരണം കൊണ്ട് അവർക്ക് ഒരിക്കലും നാച്ചുറൽ റിസോഴ്സിനെ വെച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. സോ സാമ്പത്തികപരമായിട്ട് അവർ പിന്നോക്കം നിൽക്കുന്ന കാരണം അതാണ്. അടുത്ത പോയിന്റ്, ഔട്ട്ഫ്ലോ ഓഫ് ബെസ്റ്റ് ഫ്രെയിം. The brilliant and the brightest students of developing countries go to the developed countries for higher education. എല്ലാവർക്കും അറിയുന്നതാണ്, പൊതുവെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ കിട്ടുന്നത് പുറം രാജ്യത്താന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ പൊതുവെ നല്ല ബ്രില്യൻ്റ് ആയിട്ടും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എല്ലാവരും പുറമേ പോയാണ് പഠിക്കുന്നത്. After completing their education, they do not want to come back into their own country due to an unsatisfaction with low salaries and material comfort. അതായത് പഠനം പൂർത്തീകരിച്ച ശേഷം തിരിച്ച് സ്വന്തം നാട്ടിലോട്ട് വരാൻ പലവർക്കും ഒരു മടുപ്പായിരിക്കും. അതിന് മെയിൻ കാരണം നമ്മുടെ ഇവിടെ കൊടുക്കുന്ന സാലറിയും മെറ്റീരിയൽ കംഫോർട്ടും പുറം രാജ്യത്തെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ they remain in search of better jobs in foreign countries. അത് ആ ഒരു കാരണം കൊണ്ട് തന്നെ പുറം രാജ്യത്ത് തന്നെ പുതിയ ജോലികൾക്ക് തേടിക്കൊണ്ട് അവർ അവിടെ തന്നെ സെറ്റിൽ ആവും. വേറൊരു ക്യാരക്ടറാണ് മാർക്കറ്റ് ഇംപെർഫെക്ഷൻ are found in developing countries. It is due to imperfections of market. The productive efficiency in these countries is low and resources are misallocated. മാർക്കറ്റിലെ ഇംപെർഫെക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ പ്രൊഡക്ടിവിറ്റിയുടെ എഫിഷ്യൻസി വളരെ കുറവായിരിക്കും. നമുക്ക് ഉള്ള റിസോഴ്സസ് പോലും നമ്മൾ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യാതെ ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാതെ നിൽക്കുന്നിടത്തോളം മാർക്കറ്റിൽ ഇംപെർഫെക്ഷൻസ് വരികയും അത് ആ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. വേറെ പോയിന്റ് ആണ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ നിങ്ങൾ പൊതുവെ കേട്ടിട്ടുള്ള പണപ്പെരുപ്പം എന്ന് പറയും മലയാളം. ഹൈ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻ പുവർ നേഷൻസ് കോസസ് എക്കണോമിക് ബാക്ക്വേർഡ്നെസ്. സാമ്പത്തികപരമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന രാജ്യങ്ങളുണ്ടാവും. അവിടെ ഇൻഫ്ലേഷന്റെ റേറ്റ് കൂടിയാൽ അവർ പിന്നെയും പിന്നോക്കം പോകാനുള്ള ചാൻസസുകൾ കൂടുതലാണ്. Due to high level of price, purchasing power and savings of consumers tends to decrease. കൂടുതലായിട്ട് പണപ്പെരുപ്പം വരുന്ന സമയങ്ങളിൽ പൊതുവേ നമ്മൾ കാണപ്പെടാറുള്ള ഒരു സാഹചര്യമാണ് ജനങ്ങൾക്ക് സേവ് ചെയ്യാനും അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള അവരുടെ ആ ഒരു കഴിവ് പവർ കുറയുകയും അതിന്റെ മെയിൻ റീസൺ പ്രൈസ് കൂടിയതിന്റെ കാരണമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് ജനങ്ങൾ പിന്നോക്കം പോകുമ്പോൾ ആ രാജ്യവും എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയി മാറുകയും ചെയ്യും. അടുത്ത ക്യാരക്ടർ കൺട്രോൾ ഓഫ് ഗവൺമെന്റ്. ഇൻ പുവർ കൺട്രീസ് wealthy person, landlords and elite class not only control the government but also they have control over all the major sectors of the economy. നമുക്കറിയാം ദരിദ്രപ്പെട്ട രാജ്യങ്ങളിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് കാശ് കൂടുതലുള്ള വ്യക്തികൾ അല്ലെങ്കിൽ നിലം കൂടുതലുള്ളവര് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഫുൾ കൺട്രോൾ ചെയ്യുന്നത് പല പല മേഖലകളായിരിക്കും. ഇനി റിച്ച് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് നോട്ട് ഇൻട്രസ്റ്റഡ് ടു സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് ദ പുവർ for their welfare but make government policies for their own improvement. ഇനി പാവപ്പെട്ട ആൾക്കാരെ മാറ്റി നമ്മൾ റിച്ച് പീപ്പിളിനെ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ അവര് ശ്രദ്ധിക്കുന്നത് പൊതുവെ ഗവൺമെന്റ് പോളിസീസ് അവർക്ക് ഫേവറബിൾ ആകുന്ന രീതിയിൽ മാറ്റിയെടുക്കാനാണ്. സോ കൺട്രോൾ ഓഫ് ഗവൺമെന്റ് ഈ ഒരു രീതിയിൽ നിൽക്കുന്നിടത്തോളം എക്കണോമിക് ബാക്ക്വേർഡ്നെസ് കൂടിക്കൊണ്ടേയിരിക്കും. അടുത്തത് ക്യാപിറ്റൽ ഫോർമേഷൻ.
In developing countries, the per capita income is very low as compared to the developed countries. ഇത് പുരോഗതി പ്രാപിച്ചിട്ടുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉള്ള ജനങ്ങളുടെ ആവറേജ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. പക്ഷെ ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ അത് വളരെ കുറവും. സോ ദെയർ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ഇത് ഈ പെർ ക്യാപിറ്റ ഇൻകം കുറവ് എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ സേവിങ്സിലും ഇൻവെസ്റ്റ്മെന്റിലുമാണ് അത് കുറവ് സംഭവിപ്പിക്കുക. അതായത് ആ ഒരു ഫീൽഡിൽ ജനങ്ങൾക്ക് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഡ്യൂ ടു ലോ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ക്യാപിറ്റൽ ഫോർമേഷൻ റേറ്റ് ഈസ് ഓൾസോ ലോ. കൂടുതൽ സേവിങ്സും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സും ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ക്യാപിറ്റൽ ഫോർമേഷൻ കൂട്ടാൻ സാധിക്കുള്ളൂ. പക്ഷെ ഡെവലപ്പിംഗ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ആ കുറവ് സേവിങ്സ് വെച്ചിട്ട് വേണം, ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് വേണം അവർ ക്യാപിറ്റൽ ഫോം ചെയ്യാൻ. അപ്പോൾ ആ ഒരു കുറവ് ഇൻവെസ്റ്റ്മെന്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അടുത്ത പോയിന്റ്, ഹൈ ഡിഗ്രി ഓഫ് ഇല്ലിറ്ററസി. Illiteracy rate is high in developing countries as compared to developed countries. In India, literacy rate is 75, while in advanced countries it is near to 100%. നമ്മൾ ലിറ്ററസി റേറ്റിൽ വളരെ ഉയർന്നാ നിൽക്കുന്നതെന്ന് പറയും. സ്റ്റിൽ നമ്മുടെ രാജ്യത്ത് എഴുതാനും വായിക്കാനും അതേപോലെ മനസ്സിലാക്കാനും കഴിവുള്ള ആൾക്കാർ വളരെ കുറവാണ്. അപ്പൊ ഏകദേശം 100% ഒരു ഡെവലപ്ഡ് രാജ്യത്തെ ലിറ്ററസി റേറ്റ് എങ്കിൽ നമ്മുടെ ഇവിടുത്തെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 75% ആണ് ലിറ്ററസി റേറ്റ്. ഇനി അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ ബാക്ക്വേർഡ്നെസ്. പുതിയ ടെക്നോളജി വികസിച്ചു വരുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളും മൂവ് ഓൺ ചെയ്താലാണ് നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടർ ആയിക്കോട്ടെ ഇൻഡസ്ട്രിയൽ സെക്ടർ ആയിക്കോട്ടെ ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പൊ ആ ഒരു ഡെവലപ്മെന്റ് ഇവിടെ ഇല്ലാത്തതിന്റെ മെയിൻ റീസൺ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നില്ല മാക്സിമം. അപ്പോൾ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറും ഡൗൺ ആവും, ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സും ഡൗൺ ആവും. ഇനി പോപ്പുലേഷൻ ഗ്രോത്ത്. നമുക്ക് പോപ്പുലേഷൻ ഗ്രോത്തിലും കുറവ് സംഭവിച്ചില്ലെങ്കിൽ അതും നെഗറ്റീവായിട്ടാണ് ഒരു എക്കണോമിയുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുക. കാരണം ലോ റേറ്റ് ഓഫ് പെർ ക്യാപിറ്റൽ ഇൻകം ഉള്ളിടത്ത് ഹൈ പോപ്പുലേഷൻ റേറ്റ് സംഭവിക്കുമ്പോൾ ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം അവരെ പ്രോപ്പറായിട്ട് ലഭിക്കില്ല. സോ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത് നടക്കണമെങ്കിൽ കൂടുതൽ സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റും വരണം. ഇതില്ലാത്തൊരു സാഹചര്യത്തിൽ പോപ്പുലേഷൻ റേറ്റ് കൂടുകയും ചെയ്യുമ്പോൾ അത് എക്കണോമിയുടെ ഗ്രോത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അടുത്തത് കൺസംഷൻ പാറ്റേൺ ആണ്. പിന്നെ ടെക്നോളജിക്കൽ ബാക്ക്വേർഡ്നെസ്, എക്സ്റ്റേണൽ സോഴ്സസ് ആൻഡ് ഡിപ്പെൻഡൻസ്. ഇത്രയാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് നോക്കാനുള്ള ടോപ്പിക്. ഇനി നമുക്ക് ഡ്യുവലിസ്റ്റിക് എക്കണോമിയിലോട്ട് പോവാം. In developing countries, there will be a mixture of two types of economic system. പൊതുവെ ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ സാമ്പത്തിക ഘടന എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് നിലനിൽക്കുന്നത്. One will be based on traditional system and other one will be based on modern system. ഒരു എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് ട്രഡീഷണൽ സിസ്റ്റത്തെ ആശ്രയിച്ചിട്ടാണെങ്കിൽ മറ്റേ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് മോഡേൺ സിസ്റ്റത്തിനെ ആശ്രയിച്ചിട്ടായിരിക്കും. In such countries, traditional economic system will be present in the rural sectors and the modern economic system will be practiced in a few limited urban sectors. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഡ്യുവലിസ്റ്റിക് എക്കണോമി എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള സെക്ടേഴ്സ് ഉള്ള ഒരു രണ്ട് ടൈപ്പിലുള്ള എക്കണോമിക് സിസ്റ്റം നിലനിൽക്കുന്ന ഒരു എക്കണോമിയാണ്. അപ്പൊ രണ്ട് ടൈപ്പിലുള്ള എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നതിൽ ഒരെണ്ണം ട്രഡീഷണൽ സിസ്റ്റമാണ്. ആ സിസ്റ്റം നമുക്ക് ഇന്നും റൂറൽ സെക്ടേഴ്സിൽ മാത്രമാണ്, ഗ്രാമീണ പ്രദേശങ്ങളിൽ മാത്രമാണ് കണ്ടുവരുന്നത്. പക്ഷേ മോഡേൺ എക്കണോമിക് സിസ്റ്റം എവിടെ മാത്രമായിരിക്കും? കുറച്ച് ഒതുങ്ങിയ അർബൻ ഏരിയാസിൽ മാത്രമാണ് പ്രാക്ടിക്കൽ ആവുന്നുള്ളൂ. In rural areas, there will be lack of infrastructure such as roads, transportation, schools, colleges, communication facilities, etc. നമുക്കറിയാം ഗ്രാമീണ പ്രദേശങ്ങളിൽ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അധികം റോഡിന്റെ ഫെസിലിറ്റീസ് കുറവായിരിക്കും, ട്രാൻസ്പോർട്ടേഷൻസ് ഉണ്ടാവില്ല, സ്കൂൾസ് അവൈലബിൾ ആയിരിക്കില്ല, കോളേജ് ഉണ്ടാവില്ല, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് വരെ കുറവായിരിക്കും. പക്ഷേ അർബൻ ഏരിയാസിനെ സംബന്ധിച്ചിടത്തോളം റോഡ്, ട്രാൻസ്പോർട്ടേഷൻ, സ്കൂൾസ്, കോളേജസ് ഒക്കെ ഇത് ഓവർ ബേർഡനിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ ഡ്യുവലിസ്റ്റിക് എക്കണോമി എന്ന് പറഞ്ഞാൽ ഒരേ എക്കണോമിയിൽ തന്നെ രണ്ട് എക്കണോമിക് സിസ്റ്റം പ്രവർത്തികമാകും. ഇതാണ് പൊതുവെ നമ്മളെ പോലുള്ള ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ കാണപ്പെടുന്ന ഒരു എക്കണോമി.
ഇനി പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയും കൂടിയുണ്ട്. പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ എപ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. നോ elected government will be able to work for the full term. അതായത് 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് വിടുന്ന ഒരു ഗവൺമെന്റിനും 5 വർഷം കൊണ്ട് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അതിന് കാരണം ഇങ്ങനെയുള്ള എക്കണോമിക്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ മെയിൻ ആയിട്ട് പോപ്പുലേഷനും ഇല്ലിറ്ററസിയും അവിടെ ഒരു ബാക്ക്വേർഡ്നെസ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം വിദ്യാഭ്യാസം ലഭിക്കാത്തിടത്തോളം അവർക്ക് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഒരു കാര്യത്തെ നയിക്കേണ്ടത് അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടത്, വർക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള ഒരു കാര്യത്തെ പറ്റി ബോധവൽക്കരണം കിട്ടുന്നില്ല. Leaders and party workers are motivated in getting different posts by various ways and such posts as earning place. ശരിക്കും നയിക്കേണ്ടെങ്കിൽ അതായത് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി സംഭവിക്കുന്നതിന്റെ മെയിൻ കാരണം ലീഡേഴ്സ് ആയിട്ട് നിൽക്കുന്നവർക്ക് ആർക്കും തന്നെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ വർക്കിംഗ് കിട്ടുന്നില്ല. അപ്പൊ അവര് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏർണിങ്സിൽ മാത്രമാണ്. ഏതെങ്കിലും ഒരു പോസ്റ്റ് ലഭിക്കുക, അതിൽ നിന്ന് ഏർണിങ്സ് ക്രിയേറ്റ് ചെയ്യുക, ഇത്രയും മാത്രമാണ് അവർ ശ്രദ്ധിക്കുന്നത്. സോ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി സ്വാഭാവികമായിട്ടും ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ കാണും. പിന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രം വേറെ പുരുഷന്മാർക്ക് മാത്രം വേറെ രീതിയിലെ ജോലി എന്നുള്ളത് നിലനിൽക്കുന്നുണ്ട്. പിന്നെ ലിറ്ററസി ഓഫ് ഫീമെയിൽസ് ഇന്നും നമ്മുടെ രാജ്യത്ത് കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ്നെസ് ആണ് പെൺകുട്ടികളെ അധികം പഠിപ്പിക്കാതിരിക്കുക, ആൺകുട്ടികൾക്ക് കൂടുതൽ പഠനം കൊടുക്കുക എന്നുള്ളത്. അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ എക്കണോമിനെ ബാക്ക്വേർഡിൽ നയിക്കാനുള്ള റീസൺ ആയി മാറും. ലാക്ക് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. നമുക്ക് ടെക്നിക്സ് പലതരമുണ്ട്. ലേബർ ഇന്റൻസീവ് ടെക്നിക്സ് ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അതേപോലെ ക്യാപിറ്റൽ ഇന്റൻസീവ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് അനുസൃതമായിട്ടാണ് ഓരോ രാജ്യവും ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഒന്നും ഇന്നും പ്രോപ്പർ ആയിട്ട് പോവാത്ത രാജ്യങ്ങളെയാണ് ഡെവലപ്പിംഗ് എന്ന് പറയുന്നത്. A small fraction of the population of such countries have access to hydroelectricity power. Hydroelectricity power യൂസ് ചെയ്യുന്ന രാജ്യങ്ങളും കുറവാണ്. അപ്പോൾ farmers are even exploited by the people of such classes. അപ്പൊ നമ്മൾ ഇന്നും കർഷകരെ രൂക്ഷമായ രീതിയിലാണ് അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. പ്രോപ്പർ ചാനൽ വൈസിൽ അവർക്ക് ഒരു രീതിയിലുള്ള ധനസഹായങ്ങളും ഗവൺമെന്റ് കൊടുക്കുന്നില്ല. സോ അവിടെയും ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ യൂസേജ് ആണ്. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ എത്രത്തോളം കുറഞ്ഞ് യൂസ് ചെയ്യുന്നോ അവിടെ അണ്ടർ ഡെവലപ്മെന്റ് ആയിട്ടുള്ള റീസണിലോട്ട് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. ഇനി ഇന്ത്യൻ എക്കണോമി, നമ്മുടെ രാജ്യത്ത് പൊതുവെ കാണുന്ന പ്രത്യേകതകൾ: ലോ ഇൻകം, predominance of agriculture, mass poverty, unemployment and underemployment, rapid population growth rate and high dependency ratio, scarcity of capital, inequality, low level of human development, balance of payment, social peculiarities. ഈ പോയിന്റ്സ് മാത്രമാണ് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഉള്ളൂ. ലോ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പോവേർട്ടി ലൈന് താഴെയാണ്. അപ്പൊ അതൊരു റീസൺ ആയി മാറും. കൂടുതലായിട്ട് ജനസംഖ്യ വരുമ്പോൾ അത് നമ്മൾ ഡിപെൻഡൻസി റേഷ്യോനെ ബാധിക്കും. ഡിപെൻഡൻസി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന ആ ഒരു ഏജ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള റേഷ്യോ കൂടുതലും അവരെ ആശ്രയിച്ചാണ് ആൾക്കാരെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടി വരുന്നവരും അവർക്ക് ബേർഡൻ കൂടും. പിന്നെ അഗ്രികൾച്ചർ മാത്രമാണ് ഇന്നും മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ അഗ്രികൾച്ചറിന് പുറമെ നമ്മുടെ ഇൻഡസ്ട്രീസും ഡെവലപ്പ് ചെയ്തു വരണം, സർവീസ് സെക്ടറും ഡെവലപ്പ് ചെയ്തു വരണം. പിന്നെ പോവേർട്ടി, ദാരിദ്ര്യം കൂടിക്കൊണ്ട് വരുന്തോറും നമുക്ക് പല ഇഷ്യൂസ് കയറി വരും. അൺഎംപ്ലോയ്മെന്റ്, ഇൻഇക്വാലിറ്റി, സ്കേഴ്സിറ്റി ഓഫ് ക്യാപിറ്റൽ. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ എല്ലാവരും നോട്ട് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. നോട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് മിസ്സിനെ കോൺടാക്ട് ചെയ്താൽ മതി. നോട്ട്സ് അതിൻ്റെ അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് ഡെയിലി